നമ്മളോടൊപ്പം അപകട സ്ഥലത്ത് നിന്നും നാട്ടിക MLA ആയിട്ടുള്ള CC മുകുന്ദൻ ചേരുകയാണ്. MLA എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്? മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത് ഇവിടെ സ്ഥിരമായി ഈ NH റോഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്രമീകരണത്തിൻ്റെ കുറേ കുഴപ്പങ്ങളുണ്ട് ഇവിടെ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറേ കാലമായി നമ്മുടെ നാടോടികൾ ഈ ഒഴിവുള്ള സ്ഥലങ്ങളിൽ കിടന്നുറങ്ങണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമ്മുടെ ആകാശവുമായി ബന്ധപ്പെട്ട ചില ആൾക്കാർ വന്ന് ക്യാമ്പ് ചെയ്ത സ്ഥലമെന്ന് വിചാരിച്ചപ്പോൾ വന്ന് നമ്മുടെ വിളിച്ചോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ ലോറി കണ്ണൂരിൽ നിന്ന് പെരുമ്പാവൂർക്ക് പോകുന്ന ലോറിയാണ് വന്നത്. അതിൽ 2 പേരും നല്ലമായി മദ്യപിച്ചിട്ട് നിന്ന് കിട്ടിയ റിപ്പോർട്ട്. അത് പ്രകാരം സ്പോട്ടിൽ തന്നെ വെച്ച് 2 കുട്ടികളടക്കം മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ 6 പേര് ഹോസ്പിറ്റലുണ്ട്. 2 ആളെ കാര്യം ഗുരുതരമാണ്. അപ്പോൾ ഞാൻ DSPയും കൂടി ഒന്ന് സംസാരിച്ചപ്പോൾ അവരെ കുടുംബപരമായി പറയാൻ ഗോവിന്ദപുരത്ത് തന്നെ അവരെ സ്ഥലം. മലയാളികളാണോ? തമിഴ്നാടിൻ്റെ ഗോവിന്ദപുരം എന്ന് വെച്ചാൽ നമ്മുടെ മലയാളം തമിഴ് ബോർഡറാണ്. അപ്പോൾ ആ ബോർഡറിലുള്ള ആൾക്കാർ കുറേ കാലമായി ഇവിടെ താമസിക്കുന്നത്. ഇവർ മാത്രമല്ല, ഇനിയും കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് പ്രാഥമികമായ കാര്യങ്ങളിലൊക്കെ അപകട സ്ഥിതിക്ക് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇറങ്ങി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ നാട്ടിൽ അറിയിച്ചു എന്നുകൊണ്ട് DSP പറയേണ്ടായി. നാട്ടിൽ അറിയിച്ചിട്ടുണ്ട്. നാട്ടിലത്തെ ചില ആൾക്കാർ വന്ന് ഇവരുമായി കളക്ടർ ഇപ്പോൾ 5 മിനിറ്റിൻ്റെ ഉള്ളിൽ കളക്ടർ ഓടിയെത്തും. അപ്പോൾ കളക്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് DSPയും കൂടി അതുകൊണ്ട് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അപകടത്തിൻ്റെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഇവിടേക്ക് എത്തുകയോ അവരുമായി ബന്ധപ്പെടുകയോ? അവിടെ എത്തിയിട്ടില്ല എന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. പക്ഷേ നിരന്തരമായി ഈ ദേശീയപാതയുടെ പണിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ സർക്കാരിൻ്റെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ കോടതിയുടെ മുമ്പിൽ വരെ ഉള്ളതാണ് ദേശീയപാതയുമായിട്ട്. പലപ്പോഴും ഞാനിവിടുത്തെ ജനങ്ങളും കൂടി പരാതികൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിനൊരു ശാശ്വതമായ കാര്യം നടത്താൻ അടിയന്തരമായി ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളൊന്നും ഇപ്പോൾ പ്രാഥമികമായിട്ട് ചെയ്തിട്ടില്ല ഈ പറയുന്ന ദേശീയപാതയുടെ ചുമതലക്കാർ. ആവശ്യത്തിനുള്ള വെളിച്ചം ഇല്ലാതിരുന്നതും ഇതിൻ്റെ പണി നടന്നു വരുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ ക്രമീകരണം, ലൈറ്റിൻ്റെ എല്ലാ ക്രമീകരണമൊക്കെ ഉണ്ട്. അത് പ്രകാരം പൂർണ്ണമായി ലൈറ്റിൻ്റെ കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില സ്ഥലങ്ങളിൽ നമ്മുടെ സർക്കാരിൻ്റെ ആവശ്യപ്പെടുന്ന രീതിയിൽ ചില ലൈറ്റുകൾ സ്ഥാപിക്കാൻ ആലോചിച്ചിട്ടുള്ളൂ, പക്ഷേ സ്ഥാപിച്ചിട്ടില്ല. അതൊക്കെ ആയി വന്നാൽ ഇനിയും കുറേ അപകടങ്ങൾ. പക്ഷേ നിരന്തരമായി ഈ NH റോഡിൽ ഈ നാഷണൽ ഹൈവേയിൽ അപകടങ്ങൾ സ്ഥിരമാണ്. അതിനെ ഇപ്പോൾ ഈ ഒരു അപകടത്തോടു കൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സർക്കാരും കൂടി ആലോചിച്ച് ആവശ്യമായി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ ആലോചിച്ചു. എന്തായാലും ജനങ്ങൾ മുഴുവൻ എന്താ പറയുക വിഷമത്തിലാണ്. ജനങ്ങൾ ഈ പറഞ്ഞാൽ ഏകാശിയാണ്. ഏകാശി ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ഉത്സവമാണ്. അപ്പോൾ ആ ഉത്സവത്തിൻ്റെ അകത്ത് എൻ്റെ ധാരണയായിരുന്നു ഉത്സവത്തിന് വന്ന ആൾക്കാരായിരിക്കും എന്നുള്ളത്. അപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞത് അങ്ങനെ വന്നവരല്ല. അവർ സ്ഥിരമായി കുറേ കാലമായിട്ട് ഇവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവരെ കുറച്ച് നാളായപ്പോൾ അവരുടേതായ ചില സാഹചര്യം അനുസരിച്ചുള്ള കിട്ടുന്ന സ്ഥലത്ത് കിടന്നുറങ്ങുക എന്നാണ് അവരൊരു ആഗ്രഹം. അതിൽ കിടന്നുറങ്ങുന്നത്. പക്ഷേ എൻ്റെ ഇടയിൽ ഒരാൾക്ക് പരാതികളൊക്കെ ഉണ്ട്. എന്നെ സംബന്ധിച്ചൊക്കെ പരാതി ഉണ്ടെങ്കിൽ നമ്മൾ ഹൈക്കോടതിക്ക് വരെ പരാതി കൊടുത്തിട്ടുള്ളതാണ്. ജനങ്ങളോട് ആവശ്യമാണ്. ഇത് പല സ്ഥലങ്ങളിലും വഴിയുടെ കുറവുണ്ട്. നിങ്ങൾ പറഞ്ഞ പോലെ ലൈറ്റിൻ്റെ കുറവ് പല സ്ഥലങ്ങളിലുണ്ട്. അതൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ അവരെ ചുമതലയുള്ള ഇതിൻ്റെ പാലം പണിയുന്നതിൻ്റെ കോൺട്രാക്ടർമാരോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ഓഫീസുള്ളത് കാക്കനാടാണ്. കാക്കനാട് ഞാൻ പോയി 2-3 പ്രാവശ്യം പോയി പല കാര്യങ്ങളും ചെയ്യുന്നതിന് ആവശ്യമായ നടപടി. അപ്പോൾ അവർ പറയുന്നത് വെച്ചാൽ കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം കിട്ടിയാൽ മാത്രമാണ് ഇത് നടപടി പൂർത്തീകരിച്ചു. ഭാഗത്തുനിന്നൊരു വീഴ്ചയുണ്ടോ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് ഈ കാര്യത്തിൽ? അതായത് ഈ നാട്ടിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് യാതൊരു വിലയും കൽപ്പിക്കുന്നത് പോലെ ദേശീയപാത പണിയെടുക്കുന്ന ആൾക്കാരൊന്നും ചെയ്തിട്ടില്ല. നാട്ടുകാർ ഒരുപാട് പരാതികളുണ്ട്. അതൊക്കെ ആവശ്യമായ മന്ത്രിക്ക് കൊടുത്തിട്ടുണ്ട്. മന്ത്രി 2 പ്രാവശ്യം ഇവിടെ വന്നു. അതാണ് പെട്ടെന്നൊരു ശാശ്വതമായ പരിഹാരം ഈ ദേശീയപാതയായി പരിഹരിച്ചിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു അപകടസ്ഥിതി ഉണ്ടാവാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ പന്നെ വിളിച്ച് ചോദിച്ച എല്ലാ മാധ്യമപ്രവർത്തകരും പറയേണ്ടായി. ഇതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാരണം. അതിനെ ഒരു DSP ആയിട്ട് ചോദിച്ചപ്പോൾ DSPനെ കുറിച്ച് 2 ദിവസം മുമ്പ് ഇവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ പോലീസ് വന്ന് SI വന്നിട്ട് ഇവിടെ മാറ്റമൊക്കെ ഉണ്ടായി. അപ്പോൾ ആ ഒരു നിരന്തരമായ നടപടിക്രമം നടക്കുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയാൻ കഴിയില്ല. ഇതിനൊരു ശാശ്വത ഒരു പരിഹാരം കണ്ടെത്തുന്ന ആവശ്യം നടപടി സർക്കാർ അതിന് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇടപെട്ടുകൊണ്ട് ശാശ്വതമായ പരിഹാരം കാണണം എന്നാണ് ഈ അവസരത്തിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആരും ഉൾക്കൊള്ളണമെന്നില്ല. കാരണം വെച്ചാൽ ഒരു അപകടം ഉണ്ടായി വലിയ വർത്തമാനം വന്ന് MLA പറയുന്നതൊന്നും ശരിയല്ലല്ലോ. നമുക്ക് ശാശ്വത ഒരു പരിഹാരം തന്നെ അനിവാര്യമാണ്. ഇതൊരു ഇനി ആവർത്തിക്കാതിരിക്കാനുള്ള സഹായ നിലപാട് ഇപ്പോൾ ഇവിടെ മാത്രമല്ല എന്നുള്ള സ്ഥിരമായി ഒന്ന് വടക്കോട്ടും തെക്കോട്ടും പോയാൽ എല്ലായിടത്തും അപകടസ്ഥിതിയാണ് ഈ റോഡിൻ്റെ NH റോഡുമായി ബന്ധം. അപ്പോൾ അതിനെ
ആവശ്യമായ നടപടി സ്വീകരിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്രയാണ്. MLA പറഞ്ഞത് വ്യക്തമാണ്. ദേശീയപാത അതോറിറ്റി ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നും അടക്കം ചില വീഴ്ചകൾ, ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. വെളിച്ചക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഡിവൈഡറുകൾ അടക്കം സ്ഥാപിച്ച് ഈ ഭാഗത്ത് നിർമ്മാണങ്ങൾ പൂർത്തീകരിക്കുന്നത് അടക്കമുള്ള പ്രശ്നങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങൾ തന്നെ സംഭവിച്ചു എന്നുള്ളതാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള VS സുനിൽകുമാർ കൂടി ചേരുന്നു. തൃപ്രയാർ ഏകാദശി ദിവസമാണ്. അവിടെയാണ് ആ നാട്ടിലേക്ക് ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. നാടിനെ സംബന്ധിച്ച് വളരെ ദുഃഖകരമാണ്, അതീവ ദാരുണമായൊരു സംഭവമാണ്. കാരണം ഈ മരിച്ചവരെല്ലാം വളരെ പാവപ്പെട്ട തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പലതരത്തിലുള്ള കൂലിപ്പണി ചെയ്യുന്നവരാണ്. ഞാൻ മനസ്സിലാക്കുന്നത് മത്സ്യം പിടിക്കാനൊക്കെ പോകുന്ന ആളുകളാണെന്നാണ് ഇവിടെയുള്ള നാട്ടുകാരൊക്കെ, ഇവിടെയുള്ള ആൾക്കാർ പറയുന്നത്. അപ്പോൾ ഇവരൊക്കെ ജീവിക്കാൻ വേണ്ടി ഇവിടെ വന്ന് കിടപ്പാടില്ലാതെ ഇതുപോലെ കിടക്കുന്ന ആൾക്കാരാണ്. അവർ കിടന്ന റോഡ് ഹൈവേയിൽ പണി കഴിഞ്ഞ റോഡിലാണ്. ഇവിടെ ബാരിക്കേഡ് തകർത്തിട്ടാണ് ഇവർ അകത്തേക്ക് കടന്നിരിക്കുന്നത്. അത് ഇവർ മദ്യപിച്ചുകൊണ്ട് സംഭവിച്ചുള്ള കാര്യമാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി ഇവിടെ വേണ്ടത്ര ഇവിടെ JK തിയേറ്ററിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ രാത്രി ലൈറ്റ് പോലും ഉണ്ടാവാത്ത സാഹചര്യമുണ്ട്. ഹൈവേ അതോറിറ്റിക്കാർ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ മരിച്ച ആളുകൾ വളരെ പാവപ്പെട്ട ആളുകളാണെന്നുള്ളതുകൊണ്ട് ഇതങ്ങനെ പിന്നെ നിസ്സാരമായിട്ട് കാണാനൊന്നും കഴിയുന്ന കാര്യമില്ല. ഇത് ഏത് മനുഷ്യർക്കും സംഭവിച്ചാൽ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. ഹൈവേ അതോറിറ്റി നേതൃത്വത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ട സൂചനകളും സുരക്ഷാ ക്രമീകരണം നടത്തുന്ന ഉത്തരവാദിത്തം ഹൈവേ അതോറിറ്റിക്കും കോൺട്രാക്ടർമാർക്കുണ്ട്. അവർ ചെയ്തിട്ടില്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് പോലും അന്വേഷിക്കേണ്ടതാണ്. ഏതായാലും ഇപ്പോൾ 6 പേർ ആശുപത്രിയിലുണ്ട്, 2 പേരുടെ നില ഗുരുതരമാണെന്ന് പറയുന്നു. അപ്പോൾ ഒരുപക്ഷെ മരണം കൂടുതലുണ്ടാവും എന്നുള്ളത് നമ്മൾ ഭയപ്പെടുന്ന ഒരു സംഗതിയാണ്. അപ്പോൾ ഇനി ഈ ഹൈവേ അതോറിറ്റി ഇതുപോലെ ഈ ഡൈവേർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിലെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്താൻ വേണ്ട നടപടി അടിയന്തരമായി സ്വീകരിക്കണം. വളരെ നിസ്സാരമായിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നുള്ളൊരു പരാതി നാട്ടുകാർക്കിടയിലുണ്ട്. MLA അതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ ഇത്തരം ദാരുണ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ട നടപടി ബന്ധപ്പെട്ട ആളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടതാണ്.